നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു RCC ബീമിൻ്റെ എസ്റ്റിമേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ RCC ബീം ഓഫ് 8 meter clear span and 75 cm into 40 cm in section from the given drawings. Steel in detail and RCC work shall be calculated separately. Also prepare a schedule of bar. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ്? സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി കൂടാതെ RCC വർക്കിൻ്റെ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലാബിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. അന്നേരം നമ്മൾ സെൻറ്ററിങ് ഷട്ടറിങ് വർക്ക് കൂടി കണ്ടുപിടിച്ചിരുന്നു അല്ലേ? അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൽ പറഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ RCC വർക്കിൻ്റെ ക്വാണ്ടിറ്റിയും. ഇത്രയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ഓഫ് ബാർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡനൽ സെക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 8 meter ആണ്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞെങ്കിൽ സപ്പോർട്ട് മുതൽ സപ്പോർട്ട് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ബിയറിംഗ് തന്നിട്ടുണ്ട്. 30 cm ആണ് ഒരു സൈഡിലോട്ടുള്ളത്. അങ്ങനെ രണ്ട് സൈഡിലോട്ടും കൂടി 30 വെച്ചിട്ട് 60 cm ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നതായിരിക്കും 8.6 meter ആയിരിക്കും അല്ലേ? 8.6 meter ആയിരിക്കും ആ ഒരു ബീമിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ തന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾക്കിതിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 cm ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 75 cm തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് തന്നിരിക്കുന്നത് അതിൻ്റെ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിൽ ബോട്ടം പൊസിഷനിൽ നമ്മൾക്ക് തന്നിരിക്കുന്നത് 4 നമ്പർ 20 mm ഡയാബാർ ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇതിൽ ചിത്രത്തിൽ ക്ലിയർ അല്ല, ഞാൻ കൃത്യമായി വരച്ച് കാണിക്കാം. ഒന്ന് ഇവിടെ അങ്ങനെ 4 നമ്പർ ഓഫ് 20 mm ഡയാബാർസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ 4 നമ്പർ ഓഫ് 22 mm ഡയാബാർ കൂടിയുണ്ട് അല്ലേ? 22 mm ഡയാബാർ കൂടിയുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചിത്രത്തിൽ ക്ലിയർ അല്ല. ഓക്കെ, ഇങ്ങനെ ഇവിടെ തന്നെ വേറെ 4 നമ്പർ ഓഫ് 22 mm അതിൽ കാണിച്ചിരിക്കുന്നത്, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 22 mm ഡയാബാർസ് അല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്കിവിടെ കാണിച്ചിരിക്കുന്നത് 22 mm ഡയാബാർ ഈ ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ താഴെ ഉള്ള ഇതാണ്, താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു റോ ഓഫ് ബാറാണ്. ഇതാണ് 22 mm ഡയാബാർ. ഓക്കെ, 22 mm ഡയാബാർ അതാണ്. തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന 4 എണ്ണമാണ് 20 mm ഡയാബാർ. ഓക്കെ, ഇതാണ് 20 mm ഡയാബാർ. അത് ബെൻഡപ്പ് ബാറാണ് കേട്ടോ. ഇതാണ് 20 mm ഡയാബാർ. കണ്ടോ, ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന, അതായത് ഇതിൽ തൊട്ട് മുകളിലൂടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ബെൻഡ് ചെയ്യുന്നത്. ആ ബെൻഡപ്പ് ബാറാണ് ഏത്? ഈ രണ്ട് ഇങ്ങനെ കാണിച്ച് 2 എണ്ണം ബെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലോട്ട്. ആ ബെൻഡപ്പ് ബാറാണ് 20 mm ഡയാബാർ. കൂടാതെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ 2 നമ്പർ ഓഫ് 12 mm ഡയാബാർസ് ഉണ്ട്. അതായത് ടോപ്പ് ബാറാണ്. ടോപ്പ് എൻഡിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 നമ്പർ ഓഫ് 12 mm ഡയാബാർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെൻഡപ്പ് ബാർ ഇതേപോലെ മുകളിൽ ബെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് ഇവിടെ കാണും. ഇവിടെ 4 എണ്ണം ഇങ്ങനെ വരും. ഈ ബെൻഡപ്പ് ബാർ അങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൽ തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്റ്റിറപ്സ് അല്ലേ? ഇങ്ങനെ റൗണ്ടിൽ. ഓക്കെ, ഇത് ഞാൻ യെല്ലോ വരക്കുന്നതാണ് സ്റ്റിറപ്സ്. ഇങ്ങനെ സ്റ്റിറപ്സും കൊടുത്തിട്ടുണ്ട്.
ഈ രീതിയിൽ. അപ്പോൾ സ്റ്റിറപ്സിൻ്റെ സ്പേസിങ് നോക്കാം നമുക്ക്. ആ സ്പേസിങ് പറഞ്ഞിരിക്കുന്നത് ആദ്യം 70 സെൻറ്റിമീറ്റർ. ഓക്കെ, ആദ്യത്തെ 70 ഇവിടുന്ന് ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടിട്ടാട്ടോ, 10 സെൻറ്റിമീറ്റർ വിട്ടിട്ട് പിന്നെ ഒരു 70 സെൻറ്റിമീറ്ററിൽ നമ്മളെ സ്പേസിങ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അടുത്ത 90 സെൻറ്റിമീറ്ററിൽ വരുന്നത് 20 സെൻറ്റിമീറ്റർ സ്പേസിംഗ് ആണ്. പിന്നെ ബാക്കി വരുന്ന നടുക്കുള്ള പോർഷനിൽ 35 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ. അങ്ങനെയാണ് സ്റ്റിറപ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് RCC വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കത് ആദ്യം എഴുതാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ RCC വർക്ക്, RCC വർക്ക് 1:2:4. RCC വർക്ക് 1:2:4 എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ്. എക്സ്ക്ലൂഡിങ് steel and its bending. ഓക്കെ, അത്രയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബീം അത്രയാണ്. ഇവിടെ ഒരു ബീമാണ് തന്നിരിക്കുന്നത്, അപ്പോൾ 1 എന്ന് എഴുതാം. 1. അതിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, 8 മീറ്ററാണ് സപ്പോർട്ട് മുതൽ സപ്പോർട്ട് വരെ. പിന്നെ 30 സെൻറ്റിമീറ്ററും ഒരു സൈഡേക്ക് ബിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 2 സൈഡിലും 30 സെൻറ്റിമീറ്റർ ബിയറിംഗ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 8.6 മീറ്ററാണ്. അപ്പോൾ അത് എഴുതാം നമുക്ക്. 8.6. കൂടാതെ അതിൻ്റെ ബ്രെഡ്ത്ത്, നമ്മൾ കോൺക്രീറ്റ് എപ്പോഴും മീറ്റർ ക്യൂബിലാണ്, വോളിയമാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 40 സെൻറ്റിമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് എഴുതാം 0.4 മീറ്റർ അല്ലേ. ഇനി ഡെപ്ത്ത് ഓർ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 170 അല്ല, 75 സെൻറ്റിമീറ്റർ. 75 സെൻറ്റിമീറ്ററിന് 0.75 മീറ്റർ. അപ്പോൾ അന്നേരം ഇതിൻ്റെ വോളിയം കിട്ടും. എത്രയോ വോളിയം കിട്ടും? ഇത് 3ഉം 1 മൾട്ടിപ്ലൈ ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് 2.58 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതുക. നമ്മൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വോളിയം കണ്ടുപിടിച്ചു, പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് സംശയം തോന്നാം, ഈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം അതിൽ നിന്ന് കുറക്കണ്ടേ? അങ്ങനെ കുറക്കണ്ട, കാരണം അത് ചെറിയൊരു പിന്നെ വോളിയം, ബീമിൻ്റെ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിരിക്കും. അതുകൊണ്ട് അത് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതാം, നോ deduction for volume of steel bar. ഓക്കെ, ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ RCC വർക്കിൻ്റെ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. രണ്ടാമത്താണ് ശരിക്കും ഇതിൻ്റെ ആദ്യം കോളം. ഇവിടെ നമ്മളൊരു ഐറ്റം നമ്പർ എന്ന് വെച്ചൊരു കോളം കൂടി വേണം. അതിൽ 1 2 അതിലാണ് ശരിക്കും മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് കോളം വരച്ചിട്ട് അതിൽ ഐറ്റം നമ്പർ എന്ന് എഴുതിയിട്ട് ഈ ഒരു നമ്പർ 1 2 ഇടുന്നില്ല, അത് ആ ഒരു കോളത്തിലേക്ക് മാറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റീൽ ബാർ രണ്ടാമത്തെയാണ്. സ്റ്റീൽ ബാർ including bending. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് മെയിൻ ബാറിൻ്റെ ആണ്. മെയിൻ ബാറ് ആദ്യം ചെയ്യുന്നത് സ്ട്രെയിറ്റ് ബാറിൻ്റെ ആണ്. സ്ട്രെയിറ്റ് ഈ ബോട്ടത്തിൽ കൊടുത്തിട്ടില്ലേ, അതായത് ഈ ബോട്ടത്തിൽ ഇങ്ങനെ പോകുന്ന സ്ട്രെയിറ്റ് ബാർ കാണാം നമുക്കല്ലേ. ഈ ഒരു സ്ട്രെയിറ്റ് ബാർ, ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും 2 എൻഡിൽ.
അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ഈ 4 കണ്ടോ, അതായത് 1 2 ഈ സെക്ഷനിൽ കാണാം 1 2 3 4. അത് എത്രയായിരുന്നു? അത് നമ്മൾക്ക് ഇവിടെ താഴത്തത് 22 mm ഡയാബാർ, അത് സ്ട്രെയിറ്റ് ആണ് കേട്ടോ, 22 mm ഡയാബാർ. അപ്പോൾ നമുക്ക് മെയിൻ ബാർ എഴുതാം. ഇവിടെ മെയിൻ ബാർ ഇവിടെ എഴുതാം 22 mm ഡയാ സ്ട്രെയിറ്റ് ബാർസ്, സ്ട്രെയിറ്റ് ബാർസ് അറ്റ് 22 mm ഡയൻ്റെ സ്ട്രെയിറ്റ് ബാറിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.98 kg/m ആയിരിക്കും. അതായത് 1 മീറ്റർ ബാറിൻ്റെ വെയിറ്റ് എന്ന് പറയും 22 mm ഡയുള്ള 1 മീറ്റർ നീളമുള്ള ബാറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.98 kg ആണ്. അത് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചെങ്കിൽ d²/162 ചെയ്താൽ മതി. അതായത് ഡയമീറ്റർ എത്രയാണ്? 22 ആണ്. അപ്പോൾ 22², ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ, 22² / 162 ചെയ്താൽ നമുക്കത് കിട്ടും 2.98 kg/m എന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ കേട്ടോ, d² / 162. നമ്മൾക്ക് ഇത് ഓർത്ത് വെക്കണമെന്നില്ല, ഇത് ഓർത്ത് വെക്കണമെന്നില്ല. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് എഴുതാൻ പറ്റും. അതായത് d² ഏത് ഡയമീറ്റർ ആയിക്കോട്ടെ, ഇത് ഡി എന്ന് പറയുന്നത് mm-ലാണ്, / 162 ചെയ്താൽ മതി. അപ്പോൾ ഡി എന്ന് പറയുന്നത് 22² / 162 ചെയ്തെങ്കിൽ 2.98 kg/m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 22 mm ഡയാ സ്ട്രെയിറ്റ് ബാർ അറ്റ് 2.98 kg/m. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാർ വരുന്നത്. ആദ്യത്തെ ബാർ ഏറ്റവും ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ 4 എണ്ണമാണ്. 4 എണ്ണം സ്ട്രെയിറ്റ് ബാറാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ബാർ കൊടുത്തിട്ട് പിന്നെ ഒരു ഹുക്ക് അല്ലേ, 2 എൻഡിലും ഹുക്ക് ഉണ്ടാവും. അപ്പോൾ അത് 4 എണ്ണമാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് 4. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾക്കറിയാം ഈ ഒരു ബീമിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, അത് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 8.6 മീറ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എഴുതാം ആ ഒരു 8.6 മീറ്റർ, 8.6. അതിൽ നിന്ന് 2 കവർ മൈനസ് ചെയ്യണം. 2 കവർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, എൻഡിൽ കൊടുക്കുന്ന 4 സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ കവർ ഉണ്ടാവും. അതുപോലത്തെ ഇപ്പുറത്തെ എൻഡിലും ഒരു 4 സെൻറ്റിമീറ്റർ കവർ ഉണ്ടാവും, എൻഡ് കവർ. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ -8.6 -2 ഇൻറ്റു 2 ചെയ്യുന്നത് കൊണ്ടാണ് 2 സൈഡിലും കവർ ഉണ്ടല്ലേ. -2 ഇൻറ്റു 0.04, -2 ഇൻറ്റു 0.04, 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹുക്ക് ലെങ്ത്ത് ഉണ്ടല്ലേ, ഹുക്ക് 2 എൻഡിലും ഇതുപോലെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹുക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഹുക്ക് ലെങ്ത്ത് നമ്മൾ ഒരു സൈഡിൽ 9D ആണ്, മീൻസ് 9 ടൈംസ് ഓഫ് ഡയമീറ്റർ ഓഫ് ബാർ. അപ്പോൾ 2 എൻഡിലും ആകുമ്പോൾ 18D അല്ലേ, 18D ആണ്. അപ്പോൾ പ്ലസ് 18 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർ, ഡയമീറ്റർ 22 ആണ്. അപ്പോൾ 22. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ അതിൻ്റെ ഉത്തരം കിട്ടുക 8.92 മീറ്റർ എന്ന് കിട്ടും. 8.92 മീറ്റർ എന്ന് നമ്മൾക്കത് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ലെങ്ത്ത് എന്ന്, ആ താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ബാറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8.92 മീറ്ററാണ്. 8.92. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ, അപ്പോൾ ഇത് നമ്മൾ 8.92 മീറ്ററുള്ള 4 ബാറുകളാണ്, 22 mm ഡയറെ 4 ബാറുകളാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ എത്ര മീറ്റർ വേണം നമുക്ക്, അപ്പോൾ 4 × 8.92 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ എത്രയാണ് വേണ്ടുന്നത് കിട്ടും.
ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 35.68 മീറ്റർ എന്ന് കിട്ടും. 35.68 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണ്. നമ്മൾക്ക് ഇത്രയും മീറ്റർ ലെങ്ത്തുള്ള 22 mm ഡയമീറ്റർ ഉള്ള ബാറാണ് വേണ്ടത്. അതായത് 35.68 മീറ്റർ ലെങ്ത്തുള്ള അത്ര ലെങ്ത്ത് ബാർ നമ്മൾക്ക് ആവശ്യമുണ്ട് ഈ ഒരു ബീം ചെയ്യാൻ വേണ്ടിയിട്ട്, ബീമിൻ്റെ ബോട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കിലോഗ്രാം, നമ്മളെപ്പോഴും പിന്നെ ബാറ് സ്റ്റീല് പറയുമ്പോൾ ഒന്നുകിൽ kg അല്ലെങ്കിൽ ക്വിൻ്റലിലാണ് പറയുക. അപ്പോൾ ഇതിനാദ്യം നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ 22 mm ഡയമീറ്ററുള്ള 1 മീറ്റർ ലെങ്ത്തിലുള്ള ബാറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.98 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു 2.98 ചെയ്യാണ്. 1 മീറ്റർ ലെങ്ത്തുള്ള ബാറിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 35.68 മീറ്ററിന് എത്ര വെയിറ്റ് ആണുള്ളതെന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടുക 106.33 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 106.33 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ എത്ര കിലോ സ്റ്റീൽ ബാറാണ് വേണ്ടതെന്ന് നമുക്ക് കിട്ടി. ഇനി അതിന് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബെൻഡപ്പ് ബാർ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് ഇങ്ങനെ 2 എണ്ണം ബെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ, 2 ബെൻഡപ്പ് ബാർ ഉണ്ട്. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു 90 സെൻറ്റിമീറ്റർ ഇതുണ്ടോ, 90 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് ഒരു 2 നമ്പർ ഓഫ് 20 mm ഡയബാർ ബെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വേറെ കുറച്ചും കൂടി ലെങ്ത്ത് മാറിയിട്ട് വേറെയും 2 നമ്പർ ഓഫ് 20 mm ഡയബാർ ബെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 എണ്ണം ഉള്ളത്. അതാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതാൻ പോവാണ്. 20 mm ഡയാബാർ, 20 mm ഡയാബാർ, 20 mm ഡയ ബെൻഡപ്പ് ബാർ എന്ന് എഴുതാം. ബെൻഡപ്പ് ബാറാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം. ബെൻഡപ്പ് ബാർ at 2.47 കിലോഗ്രാം പെർ മീറ്റർ. അതങ്ങനെ കിട്ടിയെന്ന് വെച്ചെങ്കിൽ d²/162 ചെയ്തു. d എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. (2/162) ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 2.47 കിലോഗ്രാം പെർ മീറ്റർ എന്നിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ബെൻഡപ്പ് ബാറിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾക്കറിയാം ഇവിടെ സെയിം 20 mm ഡയമീറ്ററുള്ള 4 നമ്പർ ഓഫ് ബാറുകളാണുള്ളത്. അത് 2 എണ്ണം ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ 2 എണ്ണം ഇങ്ങനെയും ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതാണ്. അതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ഒരു ബീമിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 8.6 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് എഴുതാണ്. ലെങ്ത്ത് L is equal to 8.6 ടോട്ടൽ ലെങ്ത്ത് മൈനസ് നമ്മൾ 2 എൻഡ് കവർ മൈനസ് ചെയ്യണം അല്ലേ. എൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു 4 സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ കവർ കൊടുക്കുന്ന എൻഡിൽ. അങ്ങനെ 2 എൻഡിലുമുള്ള 4 സെൻറ്റിമീറ്റർ കവർ നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ -2 × 0.04 ചെയ്തു. അതിനുശേഷം ഹുക്ക് ഉണ്ടല്ലേ, ഹുക്ക് ഉണ്ട്. ഓക്കെ, ഹുക്ക് എന്ന് പറയുന്നതാണ്. ഹുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഹുക്ക് കൊടുക്കും. ആ ഒരു ഹുക്ക് നമ്മൾ ബെൻഡപ്പ് ബാറിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഹുക്ക് ലെങ്ത്ത് നമ്മൾ കൂട്ടണം. 2 എൻഡിലും ഉള്ളത് കൊണ്ട് പ്ലസ് ഒരു സൈഡിൽ 9D ആണെന്നറിയാം. അപ്പോൾ അപ്പോൾ 2 എൻഡിലും ആകുമ്പോൾ 18 ആണ്. അപ്പോൾ +18 × D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. 18 × ഡയമീറ്റർ ഇവിടെ 20 ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്
നമ്മൾ ഈ ഒരു ബാറ് ബെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് 45 ഡിഗ്രിയാണ് കേട്ടോ. 45 ഡിഗ്രി ബെൻഡപ്പ് ബാറാണ്. 45 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു 45 ഡിഗ്രി അറിയുമ്പോൾ ഒരു സൈഡ് 0.45D ആണെന്നറിയാം അല്ലേ. അതായത് ഒരു സൈഡ് 0.45D. ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ഡെപ്താണ് അല്ലേ. ഈ ഒരു ഡെപ്താണ് ആ ഒരു ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡി ആ ഡയമീറ്ററിൽ അത് മാറിപ്പോകാൻ പാടില്ല. ഇവിടെ ഡി സ്മോൾ ലെറ്റർ ഡി ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെപ്താണ് 0.45D. അപ്പോൾ രണ്ട് സൈഡിലാകുമ്പോൾ 0.9D വരും അല്ലേ. ബെൻഡപ്പ് ബാർ വൺ സൈഡ് അല്ല, ടു സൈഡ് ബെൻഡപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.45D ഇവിടെയും 0.45D ഇവിടെയും. അപ്പോൾ 0.9D ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം പ്ലസ് 0.9 ഇൻറ്റു ഡി. ഇനി ഡി എത്രയാണെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രം നോക്കാം. ആ ഒരു ക്രോസ് സെക്ഷനിൽ നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെ 65 ആണ് അത് തന്നിരിക്കുന്നത് അല്ലേ. അത് ഈ സ്റ്റിറപ്പ് മുതൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്റ്റിറപ്പ് മുതൽ ഈ ഒരു സ്റ്റിറപ്പ് വരെയുള്ള ആ ഒരു ഡി എന്ന് പറയുന്നത് 65 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എഴുതാം ആ ഡി നമ്മൾക്ക് 0.9 ഇൻറ്റു 0.65 എന്ന് എഴുതാം. 0.65. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടുക, ഇതിൻ്റെ ഉത്തരം കിട്ടുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക അതിൻ്റെ ഉത്തരം 9.465 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 9.47 എടുക്കുകയാണ്. 47 മീറ്റർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 20 എന്ന് പറയുന്നത് ഇവിടെ 20 mm ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് എഴുതും കേട്ടോ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതും. അത് 20 mm ആണ്. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന ഇതും ഇതും mm ആണ് കേട്ടോ. ഇതും mm ആണ്. നിങ്ങൾ കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ട് പറയാം. നമ്മൾ ഈ ഡി എന്ന് ഡയമീറ്റർ ആണ് ഇതെടുക്കുന്നത്. 18D ആണ് ഡി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡയമീറ്റർ ആണ്, ഇത് mm-ലാണ് തന്നിരിക്കുന്നത്. നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, ബാക്കി ഇത് മീറ്ററിൽ ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് 9.47 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മളിത് ഇവിടെ എഴുതിയാണ് 9.47. ഓക്കെ, ഇനി നമ്മൾക്ക് എത്ര ബാറുകളാണ് ഇവിടെ നമ്മൾക്ക് വേണ്ടത്? 4 ബാറുകളാണ്. 9.47 മീറ്ററിൻ്റെ 4 ബാറുകളാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് കിട്ടാൻ വേണ്ടി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾക്ക് കിട്ടുക 37.9 എന്ന് കിട്ടും. 37.9. പിന്നെ അത് നമ്മൾ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇൻറ്റു 2.47 ചെയ്യാണ്. 2.47 ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുക 93.6 എന്ന് കിട്ടും. 93.6 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് മെയിൻ ബാറിൻ്റെ, അതായത് ബോട്ടത്തിൽ കൊടുക്കുന്ന സ്ട്രെയിറ്റ് ബാറിൻ്റെതും അതുപോലെ തന്നെ ബെൻഡപ്പ് ബാറിൻ്റെതും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ ചിത്രം ഒന്നുകൂടി നോക്കാം. ഇവിടെ നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ ഒരു കോർണർ, 2 കോർണറിൽ കൊടുക്കുന്ന, അതായത് ഇവിടെയും കൊടുക്കും ഇവിടെയും ഉണ്ടാകും ബാർ അല്ലേ. അതെത്രയാണ്? 2 നമ്പേഴ്സാണല്ലേ, 2 നമ്പർ. അത് 2 എൻഡിൽ 12 mm ഡയാ ബാർ. അത് സ്ട്രെയിറ്റ് ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ബാറാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇതിൻ്റെ ടോപ്പിൽ കൂടി ഇങ്ങനെ കൊടുക്കുന്ന ബാർ ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതാണ്. ട്വൽവ് എം എം ഡയാ ടോപ്പ് ബാർസ് അറ്റ് 0.89 കിലോഗ്രാം പെർ മീറ്റർ. നമ്മൾ പറഞ്ഞു അത് 2 എണ്ണമാണ് ഉള്ളത് അല്ലേ, 2 എണ്ണമാണുള്ളത്. 2 എൻഡിലുമായിട്ട് ഇങ്ങനെ 2 നോമിനൽ ബാറാണ്. ഓക്കെ,
ഇനി അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ലെങ്ത്ത് L ഇസ് ഈക്വൽ ടു സ്ട്രെയിറ്റ് ബാറാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ അതിൻ്റെ ലെങ്ത്ത് ആ ഒരു ബീമിൻ്റെ ലെങ്ത്ത് 8.6 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എഴുതാണ് ഇവിടെ 8.6. അതിൽ നിന്ന് 2 എൻഡ് കവർ കുറക്കുക അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 4 സെൻറ്റിമീറ്റർ ആണ് കവർ, 0.04 കുറക്കുക. അതിന് ശേഷം ഹുക്ക് ലെങ്ത്ത് ആഡ് ചെയ്യുക പ്ലസ് അല്ലേ. ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഇവിടെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു സൈഡ് നമ്മൾ അത് 9D ആയിട്ടാണ് എടുക്കുക. അപ്പോൾ 2 സൈഡും ഹുക്കുള്ളതുകൊണ്ട് 18D പ്ലസ് 18 ഇൻറ്റു D. ഇവിടെ നമ്മൾ ഡയമീറ്റർ ഓഫ് ബാർ 12 mm ആണ്. അപ്പോൾ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാണ് 0.012. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 8.74 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയാണ് 8.74. അപ്പോൾ അങ്ങനത്തെ 2 നമ്പറാണുള്ളത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി അതൊന്ന് മൾട്ടിപ്ലൈ ആണ്. 2 ഇൻറ്റു 8.74 17.48 എന്ന് കിട്ടും. അതിനുശേഷം അതിനോട് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് 0.89 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടുക 15.56 കിലോഗ്രാം എന്ന് കിട്ടും. 15.56 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മളെ മെയിൻ ബാറിൻ്റെ ഒക്കെ ആയി, കാൽക്കുലേഷൻ ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിറപ്പിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. സ്റ്റിറപ്പ് അല്ലേ, ഇങ്ങനെ കൊടുക്കുന്ന ഈ റൗണ്ടിൽ കൊടുക്കുന്ന ഈ ഒരു ബാറുകളൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ സ്റ്റിറപ്പ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 mm ഡയാ സ്റ്റിറപ്സ് ആണ് അല്ലേ. ഇവിടെ കാണിച്ചിട്ടുണ്ട് 10 mm ഡയാ സ്റ്റിറപ്സ്. അപ്പോൾ അത് നമ്മൾ എഴുതാൻ പോവാണ്, ഡിസ്ക്രിപ്ഷനിൽ എഴുതാൻ പോവാണ്. 10 mm ഡയാ സ്റ്റിറപ്സ് അറ്റ് 10 mm ഡയാൻ്റെ വെയിറ്റ് വരിക 0.62 കിലോഗ്രാം പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിറപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് നോക്കിക്കോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 70 സെൻറ്റിമീറ്ററിൽ ഫസ്റ്റ് 70 സെൻറ്റിമീറ്ററിൽ, അതായത് ഞാൻ പറഞ്ഞു എൻഡിലൊരു 10 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് സ്റ്റിറപ്പ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 10 സെൻറ്റിമീറ്റർ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും എൻഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 70 സെൻറ്റിമീറ്ററിൽ ആ ഒരു 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ആദ്യത്തെ 70 സെൻറ്റിമീറ്റർ വരെ ഉള്ളത് 12 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ആദ്യത്തെ കാണാം. അപ്പോൾ നമ്മൾ അറ്റ് ദ എൻഡ് അല്ലേ എഴുതാം. അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന 70 സെൻറ്റിമീറ്ററിൽ ഓക്കെ 70 സെൻറ്റിമീറ്ററിൽ 12 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 സെൻറ്റിമീറ്റർ സെൻറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ ഉണ്ടോ ഇവിടെ 12 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ 12 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചാൽ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് ബാർ അല്ലേ, അങ്ങനത്തെ എത്ര എണ്ണം വേണം. അപ്പോൾ നമ്മൾ 70 സെൻറ്റിമീറ്ററിലാണ് നമ്പർ ഓഫ് ബാർ, അങ്ങനെ തന്നെ എഴുതാം. നമ്പർ ഓഫ് സ്റ്റിറപ്സ് അല്ലേ, സ്റ്റിറപ്സ് അറ്റ് ദ എൻഡ് 70 സെൻറ്റിമീറ്ററിലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 70 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 12 സെൻറ്റിമീറ്ററാണ് സ്പേസിങ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 പോയിൻറ്റ് സംതിങ് കിട്ടും നമ്മൾക്കത്. നമ്മൾ നിയറായിട്ട് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാം. 70 ഡിവൈഡ് ബൈ 12 5.8 ആണ് വരുന്നത്. 5.8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി റൗണ്ട് ചെയ്തത് 5 നമ്പറായിട്ട് എടുക്കുകയാണ്. 5 നമ്പർ, അപ്പോൾ നമ്മളത് 5 എന്ന് എഴുതുകയാണ് ഇവിടെ 5 നമ്പർ. ഓക്കെ,
അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ വേണം, രണ്ട് എൻഡിലും വേണം അല്ലേ. അതായത് ഒരു എൻഡിൽ 70 സെൻറ്റിമീറ്റർ, അപ്പോൾ അങ്ങനെ രണ്ട് എൻഡിലും ആകുമ്പോൾ രണ്ട് എൻഡിലുള്ള സ്പേസിങ് ഇതുപോലെ രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 × 5 എന്ന് എഴുതാം. ആ 5 നമ്മൾക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എഴുതാം 2 × 5 രണ്ട് എൻഡിലും ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതി. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, സ്റ്റിറപ്പിൻ്റെ ലെങ്ത്ത്. അതിന് മുമ്പായിട്ട് ഞാൻ ഓക്കെ അത് കുഴപ്പമില്ല, അത് ഓക്കെ ലെങ്ത്ത്. അതിന് മുമ്പായിട്ട് ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. സെക്ഷനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റിറപ്പിൻ്റെ ഒരു സൈഡ് ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 65 ആണ്. ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ബീം 75 ആണ്. സ്റ്റിറപ്പിൻ്റെ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും അതുപോലെ 65 അല്ലേ, രണ്ട് സൈഡിൽ 65. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ലെങ്ത് L = 0.65 × 2 പ്ലസ് രണ്ട് ഡെപ്ത്, അതിന് ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യണം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണല്ലേ, അത് ഇവിടെ പറഞ്ഞ് 32 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 32 സെൻറ്റിമീറ്റർ. അതായത് ടോട്ടൽ ബ്രെഡ്ത്ത് ഓഫ് ദി ബീം 40 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ സ്റ്റിറപ്പിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 32 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും അതുപോലെ അല്ലേ, രണ്ട് സൈഡ്. അപ്പോൾ 2 × +2 × 0.32 × 2 അല്ലേ, അങ്ങനെ എഴുതാം. 0.32 × 2 പ്ലസ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ, മീൻസ് ഞാൻ ഇവിടെ വരക്കാം. നമ്മൾ സ്റ്റിറപ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുന്നത് അല്ലേ. സ്റ്റിറപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ അതിലും നമ്മൾ ഹുക്ക് ഇങ്ങനെ ഉപയോഗിക്കും ഈ ഒരു രീതിയിൽ. ഒന്നിങ്ങനെ ഒരു ബാർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി വീണ്ടും ഇങ്ങനെ വരും. അങ്ങനെയാണ് ഒരു സ്റ്റിറപ്പ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളത് ഹുക്ക് ലെങ്ത്ത് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഹുക്ക് ലെങ്ത്ത് നമ്മളെന്ന് പറയുന്ന ആഡ് ചെയ്യുന്ന 18D തന്നെയാണ്. അപ്പോൾ +18, അതായത് ഒരു ഹുക്കിൻ്റെത് 9D, മറ്റേ ഹുക്കിൻ്റെത് 9, അങ്ങനെയാണ് 18 എന്ന് പറയുന്നത്. 18 × D. D എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്, ഇവിടെ 10 ആണ്. 10 അത് മീറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 0.01 എന്ന് എഴുതാം. 10 mm ആണ്, അപ്പോൾ 0.01 എന്ന് എഴുതാം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു 30 സെൻറ്റിമീറ്റർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ബാർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. +0.3 അത് എക്സ്ട്രാ ആണ്, വേണമെങ്കിൽ എഴുതിക്കോ, എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾക്ക് കിട്ടും. അത് കിട്ടുക 2.42 മീറ്റർ എന്ന് കിട്ടും. 2.42. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതുകയാണ് 2.42. ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഏതാണ്, നമ്മൾ ആദ്യത്തെ 70 സെൻറ്റിമീറ്ററിലുള്ള അല്ലേ. ഇനി അടുത്ത് നോക്കാം, ആ ഒരു ഫിഗർ നോക്കാം. ഫിഗർ നോക്കിയിട്ട് അടുത്ത 90 സെൻറ്റിമീറ്ററിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള 90 സെൻറ്റിമീറ്ററിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്പേസിങ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് ഇവിടെ, ഈ ഒരു 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഉണ്ടാവും കേട്ടോ. അതായത് ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90, സെയിം രണ്ട് സൈഡിലും ഉണ്ടാവും അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം നെക്സ്റ്റ് stirrups at 20 centimeter center to center അത് for 90 സെൻറ്റിമീറ്റർ ലെങ്ത്ത് അല്ല സ്പാൻ, അങ്ങനെ എന്ത് ചെയ്താൽ 90 സെൻറ്റിമീറ്റർ സ്പാൻ. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. നമ്പേഴ്സ് നമുക്കിവിടെ നമ്പർ ഓഫ് ബാർ വരുക, നമ്പർ ഓഫ് ബാർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം,
കുഴപ്പമില്ല, ഇത് എഴുതണ്ട. നമ്പർ ഓഫ് ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 90/20 ചെയ്യുക. 90 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 20 സെൻറ്റിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ നമ്പർ കിട്ടും. അത് നിയർ 4 പോയിൻറ്റ് സംതിങ് കിട്ടുക നമുക്ക്. അത് നമ്മൾ 4 ആയിട്ട് എടുക്കുന്നത്, റൗണ്ട് ചെയ്തിട്ട് 4 ആയിട്ട് എടുക്കാം. നമ്മൾ രണ്ട് സൈഡിലും അങ്ങനെ 4 നമ്പർ ഓഫ് സിറപ്സ് ഉണ്ടാവും അല്ലേ. ഇവിടെയും ഒരു 4 നമ്പർ ഓഫ് സിറപ്സ്, അപ്പോൾ അതേപോലെ ഇപ്പുറത്തെ എൻഡിലും ഒരു 4 നമ്പർ ഓഫ് സിറപ്സ്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു രണ്ട് എൻഡിലും ഉണ്ട് 2 ഇൻറ്റു 4 എന്ന് എഴുതി. സിറപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ നേരത്തെ അതേ ലെങ്ത്ത് തന്നെയാണ് കണ്ടുപിടിച്ച് 2.42 തന്നെയാണ്. അപ്പോൾ അത് 2.42 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് അതിൻ്റെ സെൻറ്ററിൽ കൂടിയുണ്ടല്ലോ സ്റ്റിറപ്സ്, ആ സെൻറ്ററിലുള്ള സ്റ്റിറപ്സ് ഒന്ന് നോക്കാം. ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിറപ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 mm ഡൈ ആണ് കേട്ടോ. 6 mm ഡൈ ആണ്. അതായത് നമ്മൾ ആദ്യത്തെ 70 സെൻറ്റിമീറ്ററിലുള്ളത് 10 mm ആണ്, പിന്നത്തെ 20 സെൻറ്റിമീറ്ററിലുള്ളതും 10 mm തന്നെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന 35 സെൻറ്റിമീറ്ററിലെ ബെൻഡ് ചെയ്തിട്ടുള്ളത് 6 mm ഡയാ ബാറാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതിന് മുമ്പായിട്ട് 10 mm ഡയൻ്റെ വെയിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് വരിക 2 × 5 10 ആണ്. അപ്പോൾ 2 × 4 8 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ വരുന്നത് ഇവിടെ 18 എന്ന് വരും അല്ലേ. 10 + 8 18. അതുപോലെ തന്നെ ഇവിടെ 2.42 × 2.42. ഓക്കെ, അത് തന്നെ ചെയ്താൽ മതി. 2.42 ഇത് തന്നെ ചെയ്താൽ മതി. അതായത് 18 നമ്പർ ഓഫ് ബാറാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അത് 2.42 ലെങ്ത് ആണുള്ളത് അല്ലേ. ടോട്ടൽ നമ്മളിവിടെ 2 × 5 10 കിട്ടി. അതുപോലെ തന്നെ 2 × 4 8 കിട്ടി. അപ്പോൾ 10 + 8 18. അങ്ങനത്തെ ബാർ ആ ഒരു ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.42 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 30 അല്ല 40 പോയിൻ്റ് കിട്ടും. 40.32 എന്ന് കിട്ടും. അപ്പോൾ അതിന് ഇൻറ്റു നമ്മളതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0.62 ആണ്. 10 mm ഡയൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 0.62 ചെയ്യുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു. അപ്പോൾ അന്നേരം നമുക്ക് 10 mm ഡയ ബാറിൻ്റെ വെയിറ്റ് കിട്ടും 27.01 കിലോഗ്രാം എന്ന് കിട്ടും. 27.01 കിലോഗ്രാം അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന 6 mm ഡയ ബാറിൻ്റെ 6 mm ഡയ സ്റ്റിറപ്പിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതാം 6 mm ഡയ സ്റ്റിറപ്സ്. 6 mm ഡയ ബാറിൻ്റെ അതിൻ്റെ വെയിറ്റ് വരിക 0.22 കിലോഗ്രാം ആണ്. 22 കിലോഗ്രാം പെർ മീറ്റർ, ഒരു മീറ്റർ ലെങ്ത്ത് 22 കിലോഗ്രാം. അറ്റ് സെൻറ്റർ എന്ന് എഴുതാം, അറ്റ് സെൻട്രൽ. ഓക്കെ, ആ റിമൈനിങ് ലെങ്ത്ത് എത്രയാണ് ആദ്യം? റിമൈനിങ് ലെങ്ത്ത്, ആ ലെങ്ത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. റിമൈനിങ് ലെങ്ത്ത് അറ്റ് 35 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇവിടെ 35 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററാണ്. 6 mm ഡയ ബാറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിമൈനിങ് ലെങ്ത്ത് എത്രയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് ടോട്ടൽ, ഈ ബീമിൻ്റെ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പാൻ അല്ല, എന്താണ് ആ ബിയറിങ് ടോട്ടൽ ലെങ്ത്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത് 8.6 ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ എഴുതുകയാണ്. നമ്മൾ ആ ബീം അങ്ങനെ തന്നെ വരക്കാം. ഇത് 8.6 ബീമാണെന്ന് വിചാരിക്കുക. 8.6 മീറ്ററുള്ള ബീമാണ്. അതിലിങ്ങനെ ബാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
ബാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റിറപ്പ് ഉപയോഗിക്കുക. സ്റ്റിറപ്പ് ഇങ്ങനെ ഉപയോഗിക്കുമല്ലോ, സ്റ്റിറപ്പ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇവിടുന്ന് ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് സ്റ്റിറപ്പ് കൊടുക്കുക. 2 സെൻറ്റിലും 10 സെൻറ്റിമീറ്റർ അങ്ങനെ വിടും. അപ്പോൾ നമ്മൾ റിമൈനിങ് ആദ്യത്തെ 10 സെൻറ്റിമീറ്റർ 8.6 8.6 രണ്ട് സൈഡിലും 10 സെൻറ്റിമീറ്റർ കുറക്കുക. അപ്പോൾ 2 × 0.2 ചെയ്യും. 2 × 0.1 ആണ് കേട്ടോ. 10 സെൻറ്റിമീറ്ററാണ് ഓർക്കേണ്ടത്. അപ്പോൾ 2 × 0.1. അത് ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ഓർക്കുന്നു. ഇനി അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞു. മൈനസ് നമ്മൾ ആദ്യത്തെ 70 സെൻറ്റിമീറ്ററിലൊന്ന് ചെയ്തു അല്ലേ. 70 സെൻറ്റിമീറ്ററത്തെ സ്റ്റിറപ്പ് അവിടെ കൊടുത്തു. അത് 10 mm ഡയാബാർ ആയിരുന്നു. അതായത് ആദ്യം ഈ ഒരു എൻഡിൽ നിന്ന് ഒരു 70 സെൻറ്റിമീറ്റർ, അതുപോലെ ഇപ്പുറത്തുനിന്നും 70 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 2 × 0.7. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 90 സെൻറ്റിമീറ്റർ ചെയ്തു അല്ലേ. ഇവിടെ ചിത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു എൻഡ് 70 സെൻറ്റിമീറ്റർ, പിന്നെ 90 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 എൻഡെന്നും. അപ്പോൾ നമ്മൾ വീണ്ടും ചെറിയ ലെങ്ത്ത് 90 സെൻറ്റിമീറ്റർ 2 സെൻറ്റെന്നും 90 സെൻറ്റിമീറ്റർ കുറയ്ക്കുകയാണ്. അപ്പോൾ മൈനസ് 2 × 0.9. ഓക്കെ, ഇനി ബാക്കി വരുന്ന ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ബാക്കി ഇത് ഇവിടെ വരുന്ന ബാക്കി സെൻറ്റർ പോർഷനിൽ കുറച്ച് ഇത് വരുമല്ലോ. അത് അവിടെയാണ് നമ്മൾ 6 mm ഡയാബാർ സ്റ്റിറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ലെങ്ത്ത്. ആ ബാക്കി വരുന്ന ലെങ്ത്ത് നമുക്ക് ഇവിടെ കിട്ടും. അത് നമ്മൾക്ക് കിട്ടുമോ 5.2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 5.2 മീറ്ററിലാണ് ബാക്കി നമ്മൾ ഈ ഒരു 35 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ സ്റ്റിറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. 5.2 / 35 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റി 0.35 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കത് 14 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്തിട്ട് 14 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബാർ 14 എന്ന് കിട്ടി. നമ്മൾ അതിൻ്റെ ലെങ്ത്ത് സെയിം തന്നെയാണ്. ലെങ്ത്ത് മിക്കവാറും ഓക്കെ, അത് നമ്മൾ ലെങ്ത്ത് കിട്ടുക ഇത് തന്നെയാണ്. 2.42 തന്നെയാണ് നമ്മൾ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. സിറപ്പിൻ്റെ ലെങ്ത്ത് ചെറിയൊരു വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടാകും. കാരണം എന്ന് വെച്ചെങ്കിൽ ഈ ലെങ്ത്ത് എടുക്കുമ്പോൾ ഇവിടെ ആ ഒരു ഡയമീറ്ററിലുള്ള വേരിയേഷൻ അത് മൈന്യൂട്ടാണ്. കാരണം ഈ പോയിൻ്റ് ഇവിടെ 18D എന്ന് വരുന്നത് നമ്മൾ 0.006 എന്ന് വരും. അപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ ഈ ഒരു വാല്യൂവിൽ. നിയർ 2.4 തന്നെ കിട്ടും അത്. അപ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ എടുക്കുകയാണ്. 2.42 തന്നെ എടുക്കുകയാണ്. അപ്പോൾ 14 × 2.42 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക 33.8 മീറ്റർ എന്ന് കിട്ടും. അതിന് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാണ്. ഇൻറ്റു 0.22 ചെയ്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടുക 7.45 kg എന്ന് കിട്ടും. 7.45 kg എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ സ്റ്റീൽ ബാറിൻ്റെ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു അല്ലേ. ടോട്ടൽ എല്ലാ സ്റ്റീലിൻ്റെയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്യുകയാണ്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതായത് സ്റ്റീൽ ബാറിൻ്റെ ആദ്യം 106.33 പ്ലസ് 93.6 പ്ലസ് 15.58 പ്ലസ് 27.01 പ്ലസ് 7.45 ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ എഴുതുകയാണ് ഇവിടെ. അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു 250.01 കിലോഗ്രാം എന്ന് കിട്ടും നമുക്ക്. 250.01 കിലോഗ്രാം. അതിന് നമ്മൾ ക്വിൻ്റലിലേക്ക് മാറ്റുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2.5 ക്വിൻ്റൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീമിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ, അതായത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും RCCൻ്റെയും
ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ കൂടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ.